ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. ക്യാപ്ഷൻ കണ്ടിട്ട് വന്നതാവും അല്ലേ? പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് കേൾക്കുമ്പോൾ എന്താ ഇപ്പോൾ ഇത് എന്നുണ്ടോ മൈൻഡിൽ? ഗ്രാറ്റിറ്റ്യൂഡ് ജേണലും ഈ ക്യാപ്ഷനും തമ്മിലാണ് ബന്ധം എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കണത്? ലൈഫ് കട്ടപ്പുകയെന്ന് വിചാരിക്കണവരാണ് ഇത് കാണേണ്ടതെന്ന് പറഞ്ഞില്ലേ? നമ്മൾ എന്താണോ വിചാരിക്കണത് അതിലേക്ക് നമ്മൾ അങ്ങനെ ആയിത്തീരും. അത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് പെട്ടെന്ന് ഒരു അപകടം പറ്റുമ്പോൾ നെഗറ്റീവായി ചിന്തിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവർ ചിന്തിക്കുക? അപകടം വന്നു, ഇന്നിൻ്റെ ദിവസം പോയി, അങ്ങനെയല്ലേ? പക്ഷേ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാൾ എന്തായിരിക്കും ചിന്തിക്കുക അറിയോ? ഇതിലും വലിയത് എന്താ വരാണ്ടായിരുന്നതാ, ഇതായതുകൊണ്ട് രക്ഷപ്പെട്ടു. അവിടെ എപ്പോഴും എന്താണ് ആ ആളുടെ പിന്നീട് അങ്ങോട്ടുള്ള അന്നത്തെ ദിവസം മോശമാവുമോ? ഇതിലെല്ലാം ഉൾപ്പെടും പ്ലേസസ്, എക്സ്പീരിയൻസ്, ആളുകൾ. ചിലപ്പോൾ നമ്മൾ ഏതോ മാവിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഒരു മാങ്ങ കടിച്ച് പറിച്ചതാവും. അതിന് നമ്മൾ നന്ദി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു മൈൻഡ് ഫുള്ള് ഹാപ്പി ആയിട്ടിരിക്കും. നമ്മളെ ലൈഫ് കട്ടപ്പോകുകയും നമ്മളെ ലൈഫ് എന്താണ് എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഒരു പരിധി വരെ നമ്മളുടെ കയ്യിലാണ്. നമ്മൾ അത് ശരിയാവില്ല, അത് റെഡിയാവില്ല, ഇത് അങ്ങനെയാണ്, ഇന്നത്തെ എൻ്റെ ദിവസം മോശമാണ്, അങ്ങനത്തെ മഞ്ഞ് തുടങ്ങുന്ന ഒരാൾക്ക് അന്നത്തെ ദിവസം മോശം തന്നെ ആയിരിക്കും. ബെസ്റ്റ് മൊമെൻറ്റ് ഒന്നും കിട്ടിക്കൊള്ളണം, ഇനി കിട്ടിയാൽ തന്നെ അയാളത് ഉൾക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് ഇനി എന്ത് തുടങ്ങും, എവിടെ തുടങ്ങും എന്നാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ലൈഫിൽ ഉണ്ടായ ഉള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു സാധനമോ ഒരു കാര്യമോ എന്തോ ആവാം, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഈ കാര്യത്തിൽ നന്ദിയുള്ളതാണ്. അങ്ങനെ ഇന്ന് ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ എഴുതി. ആക്ച്വലി ഇതല്ല എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയതാണ്. അത് തികച്ചും എൻ്റെ പേഴ്സണലല്ലേ, അതുകൊണ്ടാണ് അതിൽ ഞാൻ എഴുതാത്തത്. ഇന്ന് ചിലപ്പോൾ തന്നെ ആയിരിക്കട്ടെ ഞാൻ എഴുതിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാനത് എഴുതി കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്കത് ഭംഗി പോരാൻ തോന്നി. ഞാൻ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും എല്ലാപ്പോഴൊന്നും ഞാൻ യൂസ് ചെയ്യലില്ല. നമ്മളൊരു മൂഡില്ലേ, അതിനനുസരിച്ചിട്ട്. ചിലപ്പോൾ ഞാൻ ഇവിടുത്തെ അടുത്തുള്ള സ്റ്റോറിൽ നിന്ന് വാങ്ങണ വെറും കുട്ടിയോളതായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് വരുന്നത്. അപ്പം ഞാൻ ഇന്ന് അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം സ്ഥലം വിടാൻ മറന്നു, അതുകൊണ്ട് ഇതിപ്പോൾ അവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ നോക്കി, അതിൽ പറ്റിയതൊന്നുമില്ല. പിന്നെ പിന്നെ ഡെക്കറേഷൻ ചെയ്ത് അലങ്കോലപ്പണി ചെയ്യൽ എൻ്റെ സ്ഥിര ഏർപ്പാടാണ്. എന്തായാലും ഇരിക്കട്ടെ, 2-3 ലവ്. അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ എവിടെ നിന്നാണ് കുറച്ച് കിളികൾ വരുന്നത് അറിയില്ല. എപ്പോഴും കിളിയുടെ സൗണ്ട് ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ. ഞാൻ ആദ്യം ആലോചിച്ചത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം വേണ്ട, കിളികളുടെ സൗണ്ട് മാത്രം കൊടുത്താൽ മതിയോന്ന്, അത്രയ്ക്കും സൗണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ജേണലിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എന്ത് തുടങ്ങണം എവിടെ തുടങ്ങണം എന്ന് അറിയാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പ്രോംപ്റ്റ്സ് കിട്ടും. അങ്ങനത്തെ കുറച്ച് പ്രോംപ്റ്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനതിൻ്റെ ലാസ്റ്റ് വിടാം. ആ പ്രോംപ്റ്റ്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇതൊക്കെ എന്താ പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി മാത്രമാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ക്ലോസ് ടു ഹേർട്ടാണ്. പിന്നെ അതിനെ ഡെക്കറേറ്റ് ചെയ്യലും കളർ ചെയ്യലും ഷെയ്ഡ് ചെയ്യലും എല്ലാതും നമ്മുടെ ഒരു വേ ഓഫ് തിങ്കിങ് ആണ്. ഓരോ സിമ്പിൾ കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഗ്രേറ്റ്ഫുള്ളായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നമ്മളെ ലൈഫിൽ പറഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും നിർബന്ധമുള്ള കാര്യമാണ്. അത് ഇനി എങ്ങനെ കോപ്പപ്പ് ചെയ്യണമെന്നുള്ളതാണ് ഓരോരുത്തരെയും വിജയം. ഓരോരുത്തരും എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യണത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണത്, അതനുസരിച്ചിട്ടിരിക്കും അവരുടെ ലൈഫ് ഹാപ്പിയാണോ അത്. അപ്പോൾ ഒരു ബുക്കും പേന എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.